എല്ലാവർക്കും ഹായ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. നയാഗ്ര ഫോൾസിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്യണം അവിടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇടയ്ക്കിടെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് നാളായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. നയാഗ്ര ഫാൾസിൽ എത്തിയിട്ടുണ്ട്. ബാക്കിൽ കാണാം, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലോടൊക്കെ ഒന്ന് കറങ്ങി വരാം. പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല, കാരണം അത്രയും സൗണ്ടാണ് ഇവിടെ വാട്ടർഫാളിൻ്റെ. ആ കാണുന്നതാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ക്രൂസ് ആണ്. അതിൽ നമുക്ക് ആ ഒരു എൻഡിൽ വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് റെയിൻബോയും കാണാം. അടിപൊളി ഭംഗിയാണ് കാണാൻ. കറക്റ്റ് ഒരു ഹാഫ് സർക്കിളിൽ റെയിൻബോ കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡ് കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ്. അതിൻ്റെ സൈഡിൽ റെയിൻബോ ബ്രിഡ്ജ് കാണാം. അത് US-ഉം കാനഡയും തമ്മിലുള്ള ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജാണത്. അപ്പോൾ ഈ വഴിയിൽ കൂടെ, ഈ റോഡിൽ കൂടെ നമുക്ക് നടന്ന് ആ എൻഡ് വരെ, അതായത് ഈ ഫോൾസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്നാണ് കനേഡിയൻ സൈഡ് ഉള്ള ക്രൂസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത് അങ്ങ് അവിടെ വരെ പോയിട്ടൊന്ന് കറങ്ങി വരും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് സിപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം ഒന്ന് പോയി നോക്കട്ടെ അവിടെ വരെ. അപ്പം ഞങ്ങൾ ക്രൂസിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻസ്, സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാസ്ക് കമ്പൽസറി ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ തരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്.
ഞങ്ങളെല്ലാവരും റെയിൻ പോഞ്ചാണ് ഇടുന്നത്. ഇവിടുന്ന് തന്നതാണ് ഇത്. ആ ഫോൾസിൻ്റെ അവിടെ എത്തിയാൽ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഞങ്ങൾ ബോട്ട് ടൂർ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും കുഞ്ഞു മോനും താഴെയാണ്, അവർ രണ്ടുപേരും മേലെ ഡെക്കിലാണുള്ളത്. നല്ല കാറ്റാണ് ഇവിടെ. നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞാൽ 3 ഫോൾസാണ്. ആ കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയൊരു ഫോൾസാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ്. പിന്നെ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഹോഴ്സ് ഷൂ ഫോൾസ് കാണാം. ഇതാണ് മെയിൻ ഫോൾസ്, ഹോഴ്സ് ഷൂ ഫോൾസ്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് കാണൂ, മറ്റേ സൈഡ് മിസ്റ്റായിട്ട് നല്ലോണം മൂടിക്കിടക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നനയുന്നുണ്ട് ആ വാട്ടർ ഫോൾസിൻ്റെ ഹോഴ്സ് കൊണ്ടും മിസ്റ്റ് കൊണ്ടും. ഇതിങ്ങനെ കാണിച്ചു തരുന്നതിലും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഞങ്ങളപ്പോൾ തിരിച്ചിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ പോവാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെ ഉണ്ട്, ഒരു കേബിൾ കാർ റൈഡാണ്. ഇത് നയാഗ്ര റിവറിനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകും.
ഞങ്ങളപ്പോൾ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണിപ്പോൾ. ഈ കാണുന്നത് നയാഗ്ര ഡൗൺ ടൗണിൻ്റെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയയാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. ഈ ഒരു സൈഡിലാണ് റിപ്ലീസിൻ്റെ ബിലീവ് ഇറ്റ് ഓർ നോട്ടൊക്കെ ഉള്ളത്.